അടുത്തത് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഇതിൻ്റെ പാസ്റ്റ് ഫോമായ ക്യാനിൻ്റെ പാസ്റ്റ് ഫോം ആയ കുഡ് എന്ന് പറയുന്ന ആ വാക്കിനെ കുറിച്ചാണ്. കുഡ് എന്ന് പറയുന്ന മോഡൽ ഓക്സിലറിയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അപ്പോൾ കുഡ് എങ്ങനെ ഉപയോഗിക്കാം, എപ്പോഴാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കൊന്ന് വ്യക്തമായിട്ട് നോക്കാം. കുഡ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എബിലിറ്റി ഇൻ ദ പാസ്റ്റ്. നേരത്തെ ക്യാനും നമ്മൾ പറഞ്ഞത് എബിലിറ്റിയെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ഇൻ ദ പ്രസൻറ്റ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. പ്രസൻറ്റ് ടെൻസിൽ നമ്മൾ എബിലിറ്റിയെ സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുക, കുഡ് ഉപയോഗിക്കുക. അപ്പോൾ കുഡ് ഈസ് യൂസ്ഡ് ക്യാൻ ഉപയോഗിക്കുക പ്രസൻറ്റ് ടെൻസിൽ. ഈ കുഡ് ഇനി അടുത്തത് കുഡ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എബിലിറ്റി ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിലെ നമുക്ക് ഉണ്ടായിരുന്ന ഒരു കഴിവിനെ കുറിച്ച് പ്രതിപാദിക്കുവാൻ വേണ്ടിയിട്ട്, അതിനെ കുറിക്കുവാൻ വേണ്ടിയിട്ട്, അതിനെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക, കുഡ് ഉപയോഗിക്കുക. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. I could walk 10 kilometers as a young man. ഞാനിതാ ഒരു നന്ന ചെറുപ്രായത്തിൽ എനിക്ക് 10 കിലോമീറ്റർ നടക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ 10 കിലോമീറ്റർ എൻ്റെ യങ് ആയിരുന്ന സമയത്ത് ഞാൻ നടന്നിരുന്നു. അത് ആ സമയത്തുണ്ടായിരുന്ന എൻ്റെ എബിലിറ്റിയാണ്. പാസ്റ്റിലുണ്ടായിരുന്ന എൻ്റെ എബിലിറ്റിയെ കുറിക്കുവാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് 10 കിലോമീറ്റർ നടക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ എബിലിറ്റി എനിക്കിപ്പോഴില്ല, പക്ഷേ ഐ ഹാവ് എബിലിറ്റി ഇൻ ദ പാസ്റ്റ്. അപ്പോൾ എനിക്ക് എബിലിറ്റി ഉണ്ടായിരുന്നു. ഐ ഹാവ് ഹാഡ് ദറ്റ് എബിലിറ്റി ഇൻ ദ പാസ്റ്റ്. എനിക്ക് ആ എബിലിറ്റി പാസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വാക്കിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താ, ഐ കുഡ് വാക്ക് 10 കിലോമീറ്റേഴ്സ് ആസ് എ യങ് മാൻ. അല്ലേ, ഒരു യങ് മാൻ ആയിരുന്നപ്പോൾ ആ നിലയിൽ എനിക്ക് 10 കിലോമീറ്ററോളം നടക്കാൻ കഴിയുമായിരുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹി കുഡ് നോട്ട് ലേൺ ഹൗ ടു സ്വിം നോ മാറ്റർ ഹൗ ഹാർഡ് ഹി ട്രൈഡ്. അവന് നീന്താൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു കാര്യമില്ല. അവൻ എത്രത്തോളം ട്രൈ ചെയ്തിരുന്നാലും അവന് നീന്താൻ പഠിച്ചില്ലെങ്കിൽ പോലും കാര്യമാക്കേണ്ടതേയില്ല. He could not learn how to swim no matter how hard he tried. ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു, പക്ഷേ എനിക്ക് എന്ത് സംഭവിച്ചു, എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞില്ല. എന്ത്? സ്വിമ്മിങ്. എങ്ങനെയാണ് നീന്തേണ്ടതെന്ന് എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞില്ല, പക്ഷെ ഞാൻ ഒത്തിരി പരിശ്രമം. how hard he tried. എത്രത്തോളം പരിശ്രമിച്ചിരുന്നെങ്കിലും അതൊന്നും കാര്യമാക്കണ്ട. പക്ഷേ അവനെന്ത് സംഭവിച്ചു, അവനത് പഠിക്കുവാൻ കഴിഞ്ഞില്ല, പക്ഷെ അവൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. ഇതാണ് ഇതിനകത്ത് അർത്ഥമാക്കിയത്. അപ്പോൾ ഹി കുഡ് നോട്ട് ലേൺ ഹൗ ടു സ്വിം. അവന് എങ്ങനെയാണ് നീന്തേണ്ടതെന്ന് പഠിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ള ആശയം. അവൻ എത്രത്തോളം പരിശ്രമിച്ചെങ്കിൽ പോലും അവന് നീന്തുവാൻ പഠിച്ചില്ല എന്നുള്ള കാര്യം ഇവിടെ നമുക്ക് ബോധ്യമാക്കി തരികയാണ്. ദാറ്റ് വാസ് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ്. അത് പാസ്റ്റിലാണ് നടന്നിരിക്കുന്നത്. ഇനി അടുത്തത്, ടു എക്സ്പ്രസ് കണ്ടീഷണൽ എബിലിറ്റി. എന്താ കണ്ടീഷണൽ എബിലിറ്റി? എന്താ, നമുക്കൊരു കഴിവുണ്ട്, അത് കണ്ടീഷനിലാണ്, നമുക്ക് ചെയ്യാൻ സാധ്യമാകുന്ന ഒരു കാര്യം, അത് കണ്ടീഷനിലാകുകയാണെങ്കിൽ എങ്ങനെ? എന്താ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ? കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈഫ് ക്ലോസിനെയാണ് കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുന്നത്, അല്ലേ? കണ്ടീഷണൽ എന്ന് പറയുന്നത് ഈഫ്. ഞാൻ നന്നായി പഠിച്ചിരുന്നെങ്കിൽ പാസ്സാകുമായിരുന്നു. ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ എനിക്ക് കിട്ടിയേനെ എന്നൊക്കെ പറയില്ലേ? ഇതാണ് കണ്ടീഷൻ. ഇതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടീഷണൽ എബിലിറ്റിയെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? കുഡ് ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ കുഡ് ഡാൻസ് ബെറ്റർ ഇഫ് ഐ റിയലി ട്രൈഡ്. അല്ലേ, ശരിക്കും ഞാൻ നന്നായിട്ട് ട്രൈ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? ഐ കുഡ് ഡാൻസ് ബെറ്റർ. എനിക്ക് നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ കഴിയുമായിരുന്നു. ഞാൻ ട്രൈ ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് ഡാൻസ് ചെയ്യാനും പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ്, ആ സെൻറ്റൻസ് ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആണെന്ന് പറയാം, അല്ലേ? അവിടെ നോ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല, പക്ഷേ ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിൽ നമുക്കത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കാം. എന്താണ് ആ നെഗറ്റീവ്? ഐ കുഡ് ഡാൻസ് ബെറ്റർ ഇഫ് ഐ റിയലി ട്രൈ. ഞാൻ നന്നായിട്ട് ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റിയേനെ, പക്ഷേ ട്രൈ ചെയ്തുമില്ല, ഡാൻസ് ചെയ്യാൻ പറ്റിയുമില്ല. ഇത് രണ്ടും സംഭവിച്ചു.
അതാണ് അവിടുത്തെ നെഗറ്റീവ് സെൻസ് എന്ന് പറയുന്നത്. അടുത്ത ഒരു സെൻറ്റൻസ് നോക്കാം. ഇഫ് ഐ ഹാഡ് വിങ്സ് ഐ കുഡ് ഫ്ലൈ. എനിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? പറക്കാമായിരുന്നു. പറക്കാൻ കഴിഞ്ഞേനെ. അപ്പോൾ എനിക്ക് ചിറകുകളുമില്ല, എനിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നില്ല, എനിക്ക് പറക്കാനും കഴിഞ്ഞില്ല. ഇതാണ് ഇവിടുത്തെ നെഗറ്റീവ് സെൻസ്. ഇഫ് ഐ ഹാഡ് വിങ്സ് ഐ കുഡ് ഫ്ലൈ. എനിക്ക് ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നേനെ, എനിക്ക് പറക്കാൻ കഴിഞ്ഞേനെ. എനിക്ക് ചിറകുകളില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് പറക്കാനും കഴിഞ്ഞില്ല. ഇതാണ് ഇവിടുത്തെ ആശയം. ഇനി അടുത്തത് ടു എക്സ്പ്രസ് ഓർ ടു സീക്ക് ഹെൽപ്പ് ഓർ പെർമിഷൻ. ഒരു സഹായത്തിനോ പെർമിഷനോ വേണ്ടിയിട്ട് സീക്ക് ചെയ്യുക. നമ്മൾ മറ്റാരോടെങ്കിലും ചോദിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു പെർമിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് കുഡ്. ടു സീക്ക് ഹെൽപ്പ് ഓർ പെർമിഷൻ, ഒരു സഹായമോ പെർമിഷനോ വേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കുഡ്. എന്താണത്? ഒരു എക്സാമ്പിൾ സഹിതം നോക്കാം. കുഡ് യു ലെൻഡ് മീ യുവർ 10 rupees your pet for a minute. ആ എക്സാമ്പിൾ നോക്കാം. കുഡ് യു ലെൻഡ് മീ യുവർ പെൻ ഫോർ എ മിനിറ്റ്. നിന്റെ പേന നിനക്കൊന്ന് തരാൻ, എനിക്ക് കടം തരാൻ തരുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു ഹെൽപ്പാണ്, അല്ലെങ്കിൽ നമ്മളൊരു പെർമിഷൻ എടുക്കലാണ്. എന്തിനു വേണ്ടിയിട്ട്? പേന കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ കുഡ് യു ലെൻഡ് മീ യുവർ പെൻ ഫോർ എ മിനിറ്റ്. കുറച്ച് സമയത്തേക്ക്, ഒരു മിനിറ്റ് നേരത്തേക്ക് എനിക്ക് നിന്റെ പേന ഒന്ന് തരുമോ? ഇനി അടുത്ത എക്സാമ്പിൾ ഒന്ന് നോക്കാം. കുഡ് വി പ്ലേ ഹിയർ പ്ലീസ്. നമുക്കിവിടെ എന്താണ്? കളിക്കാം. പെർമിഷൻ എടുക്കുകയാണ് അല്ലേ? നമുക്കിവിടെ കളിക്കാം, ഇവിടെ നമുക്ക് കളിച്ചുകൂടെ, ഇവിടെ നമുക്ക് കളിക്കാം, എന്താ ഇവിടെ കളിച്ചാൽ എന്നുള്ള രീതിയിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുഡ് എന്ന് പറയുന്നത് ഒരു ഫോമൽ വാക്കാണ്. അത് ക്യാനിനേക്കാളും. അപ്പോൾ കുഡ് ഈസ് മോർ ഫോമൽ ദാൻ ക്യാൻ ആൻഡ് ഈസ് യൂസ്ഡ് വിത്ത് ടീച്ചേഴ്സ്, റെസ്പെക്ട്ഫുൾ പേഴ്സൺസ്, സ്ട്രേഞ്ചേഴ്സ് ആൻഡ് സോ ഓൺ. അപ്പോൾ കുഡ് എന്ന് പറയുന്നത് ഔപചാരികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ ഔപചാരികത എന്ന് പറയുന്നത്. അപ്പോൾ ഔപചാരികമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കുഡ്. അപ്പോൾ കുഡ് ഈസ് മോർ ഫോമൽ ദാൻ ക്യാൻ ആൻഡ് ഈസ് യൂസ്ഡ് വിത്ത് ടീച്ചേഴ്സ്, റെസ്പെക്ട്ഫുൾ പേഴ്സൺസ്, സ്ട്രേഞ്ചേഴ്സ് ആൻഡ് സോ ഓൺ. അപ്പോൾ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോഴും ടീച്ചേഴ്സിനോട് നമ്മൾ സംസാരിക്കുമ്പോഴും പെർമിഷൻ എടുക്കുമ്പോഴും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് കുഡ് എന്ന് പറയുന്നത്. കുഡ് യു പ്ലീസ്. അപ്പോൾ കുഡ് എന്ന് പറയുന്നത് ഒരു ഫോമൽ വാക്കാണ്. ഈ ഫോമൽ വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ടീച്ചേഴ്സ്, റെസ്പെക്ട്ഫുൾ പേഴ്സൺസിൻ്റെ അടുത്തോ ടീച്ചേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തോ എന്തെങ്കിലും ഒരു പെർമിഷനോ ഹെൽപ്പോ ചോദിക്കുമ്പോഴാണ്. അപ്പോൾ ഒരു സഹായം ചോദിക്കൽ, ഒരു പെർമിഷൻ ചോദിക്കൽ നമ്മൾ എപ്പോൾ ചെയ്യുന്നുവോ അത് ഒരു സ്ട്രേഞ്ചറിൻ്റെ അടുത്താണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ, നമ്മളുടെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറിൻ്റെ അടുത്താണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ, നമുക്ക് ഏറ്റവും ബഹുമാന്യതനായിട്ടുള്ള ഒരു വ്യക്തിയോടാണ് ചോദിക്കുന്നതെങ്കിൽ കുഡ് ഉപയോഗിക്കാം. ഇനി അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു വാക്കുകൂടെയുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇനി നമ്മൾക്ക് അടുത്തതായി പഠിക്കേണ്ടത് മേ എന്ന് പറയുന്ന വാക്കിനെ കുറിച്ചാണ്. എന്താണ് മേ? അപ്പോൾ മേ എന്ന് പറയുന്ന വാക്ക് ഒരു മോഡൽ ഓക്സിലറിയാണ്. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്കിനി പഠിക്കാം. അപ്പോൾ മേ എന്ന് പറയുന്ന വാക്ക് അതെന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത് ക്യാൻ, കുഡ്, ഇവ രണ്ടും പോസിബിലിറ്റിയെ, എബിലിറ്റിയൊക്കെ കുറിക്കുന്ന വാക്കുകളാണെന്ന് നമ്മൾ പഠിച്ചു. പെർമിഷൻ ഉപയോഗിക്കുന്ന വാക്കാണെന്ന് പഠിച്ചു. ഇനി ഇത് തന്നെ ഒന്നുകൂടെ നമ്മൾ ആവർത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ മേ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് പെർമിഷൻ. ഒരു പെർമിഷൻ അതിനെ കുറിക്കുന്ന വാക്കാണ് മേ എന്ന് പറയുന്നത്. മേയ്ക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പെർമിഷനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മേ എന്ന് പറയുന്ന വാക്കിനെ ഉപയോഗിക്കാം. അതൊരു മോഡൽ ഓക്സിലറി വെർബാണ്. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊരു എക്സാമ്പിൾ സഹിതം നോക്കാം. മേ ഐ കം ഇൻ.
ടീച്ചർ. ടീച്ചറെ ഞാൻ അകത്തേക്ക് വന്നോട്ടെ? മേ കമിൻ സർ. സർ എനിക്ക് അകത്തേക്ക് വരാമോ? ഒരു പെർമിഷൻ എടുക്കലാണ്. മേ ഐ ഗോ ടു ടോയ്ലറ്റ്. ഞാൻ ഒന്ന് ടോയ്ലറ്റിലേക്ക് പൊയ്ക്കോട്ടെ. ഇതൊക്കെ ഒരു പെർമിഷൻ എടുക്കലാണ്. അപ്പോൾ ഒരു പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മേ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ക്യാനും ഉപയോഗിക്കാൻ പാടില്ലേ? ക്യാൻ ഉപയോഗിക്കാം. പക്ഷേ ഇവിടെ മേ എന്ന് പറയുന്ന വാക്ക് ക്യാൻ എന്ന് പറയുന്ന വാക്കിനേക്കാളും ഫോമലാണ്, ഔപചാരികമായിട്ടുള്ള ഒരു വാക്കാണ്. മേ ഈസ് മോർ ഫോമൽ ദാൻ ക്യാൻ. ക്യാനിനേക്കാളും കൂടുതൽ ഫോമലായിട്ടുള്ള ഒരു വാക്കാണ് മേ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ക്യാൻ എന്ന് പറയുന്ന വാക്ക് നമ്മൾ പെർമിഷൻ എടുക്കുന്നതിന് പകരം മേ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ക്യാൻ ഐ ഹെൽപ്പ് യു അല്ലേ? മേ ഐ ഹെൽപ്പ് യു, വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ മേ ഈസ് മോർ ഫോമൽ ദാൻ ക്യാൻ. ക്യാനേക്കാളും ഫോമലായിട്ടുള്ള ഔപചാരികമായിട്ടുള്ള ഒരു വാക്കാണ്, ഔപചാരികതയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് മേ. അതുകൊണ്ട് മേ ആയിരിക്കും ക്യാൻ എന്ന് പറയുന്ന ആ വാക്കിനേക്കാളും കൂടുതൽ അനുയോജ്യം. ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. യു മേ ഗോ നൗ. നിനക്കിപ്പോൾ പോകാം. യു ക്യാൻ ഗോ നൗ എന്ന് പറഞ്ഞാലും തെറ്റില്ല, നിനക്കിപ്പോൾ പോകാം. പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുകയാണ്. ഇവിടെ മേ ചെയ്യുന്നതും അത് തന്നെയാണ്, ഒരേ പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അത് അല്പം കൂടെ ഫോമൽ ആകും, ഔപചാരികമാകും എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. ക്യാൻ എന്ന് പറയുന്നത് ചുമ്മാ പറഞ്ഞു വിടുന്നു. ഫോമൽ ആകുമ്പോഴെന്താണ്? ചുമ്മാ പറഞ്ഞു വിടലല്ല, അത് അതിനൊരു കീഴ്വഴക്കം, ഒരു മര്യാദ, ഒരു ഔപചാരികത കൈവരുന്നു. അത് ആ വ്യത്യാസം മാത്രമേ അത് തമ്മിലുള്ളൂ. ഇനി അടുത്തത് ടു എക്സ്പ്രസ് പോസിബിലിറ്റി. നമ്മൾ ക്യാൻ പഠിച്ചപ്പോഴും കുഡ് പഠിച്ചപ്പോഴും എക്സ്പ്രസ് പോസിബിലിറ്റി എന്നാണെന്ന് പറഞ്ഞു അല്ലേ? ഇവിടെയും ഇത് ടു എക്സ്പ്രസ് പോസിബിലിറ്റി. മേ ഈ യൂസ് ടു എക്സ്പ്രസ് പോസിബിലിറ്റി, പോസിബിലിറ്റിയെ കുറിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? മേ. ഒരു സെന്റൻസ് നമുക്ക് നോക്കാം. ദ ന്യൂ സയൻസ് ടീച്ചർ മേ കം ടുഡേ. എന്താണ്? ദ ന്യൂ സയൻസ് ടീച്ചർ മേ കം ടുഡേ. പുതിയ സയൻസ് ടീച്ചർ ഇന്ന് വരാം അല്ലെ? സാധ്യതയുണ്ട്, പോസിബിലിറ്റിയാണ്. ഇന്ന് വന്നേക്കാൻ സാധ്യത ഉള്ള ഒരു കാര്യമാണ് പുതിയ സയൻസ് ടീച്ചറിൻ്റെ. ടീച്ചർ വരുമെന്നുള്ള ഒരു സാധ്യതയെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്തുപയോഗിച്ചിരിക്കുന്നത്? മേ ഉപയോഗിച്ചിരിക്കുന്നത്. ദ ന്യൂ സയൻസ് ടീച്ചർ ക്യാൻ കം ടുഡേ അല്ലേ? വരാൻ സാധ്യതയുണ്ട് ക്യാൻ. ഇവിടെ ക്യാൻ എന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും നല്ലത് മേ എന്ന് ഉപയോഗിക്കുന്നത് തന്നെയാണ്. ദ ന്യൂ സയൻസ് ടീച്ചർ മേ കം ടുഡേ. ഇന്ന് ടീച്ചർ വരാം. ഇനി അടുത്ത ഒരു സെന്റൻസ്. ഇറ്റ് ഈസ് ക്ലൗഡി, ഇറ്റ് മേ റെയിൻ ടുഡേ അല്ലേ? ഇപ്പം മേഘാവൃതമാണ്, ഇന്ന് മഴ പെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മേഘാവൃതമായതുകൊണ്ട് മഴ പെയ്യാൻ സാധ്യതയുണ്ട്, പോസിബിലിറ്റിയാണ്. അപ്പോൾ ക്യാൻ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ പോസിബിലിറ്റി ഇവിടെ ഉണ്ട്. എന്തിനുണ്ട്? മേ എന്ന് പറയുന്ന ആ വാക്കിനുണ്ട്. അപ്പോൾ ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ക്യാൻ ഉപയോഗിക്കുമ്പോഴും കുഡ് ഉപയോഗിക്കുമ്പോഴും മേ ഉപയോഗിക്കുമ്പോഴും നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ചില സെൻസുകളുണ്ട്. അത് തിരിച്ചറിഞ്ഞ് വേണം ഇവയെ ഉപയോഗിക്കാൻ. ഇനി അടുത്ത ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ടു എക്സ്പ്രസ് എ വിഷ്, ഹോപ്പ് ഓർ പ്രയർ. എന്താ പറയുന്നത്? ഒരു വിഷിനെയോ ഹോപ്പിനെയോ അല്ലെങ്കിൽ പ്രയറിനെയോ നമ്മൾ പലരെയും വിഷ് ചെയ്യാറുണ്ട് അല്ലേ? എന്തുകൊണ്ട്? നിനക്ക് നല്ലതുണ്ടാകട്ടെ, നന്മ വരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ ഇത് സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അതുകൊണ്ട് നിനക്ക് അങ്ങനെ സംഭവിക്കട്ടെ അല്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ വിഷ് ചെയ്യാറുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കാറ്, ഹോപ്പ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ വിഷ് ചെയ്യുന്നതിനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥന എക്സ്പ്രസ് ചെയ്യുന്നതിനും അവരിലുള്ള പ്രതീക്ഷകളെ എക്സ്പ്രസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക, മേ ഉപയോഗിക്കുക. ഒരു എക്സാമ്പിൾ സഹിതം നമുക്ക് നോക്കാം. മേ യു ഹാവ് എ ഗ്രേറ്റ് ഇയർ. നിനക്ക് നല്ല വർഷം ഉണ്ടാകട്ടെ, ഈ വർഷം നല്ലതാകട്ടെ നിനക്ക്. മേ യു ഹാവ് എ ഗ്രേറ്റ് ഇയർ അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? മേ യു ഹാവ് എ ഗ്രേറ്റ് ഇയർ. നമ്മൾ ഒരാളെ വിഷ് ചെയ്യുകയാണ് അല്ലേ? നമ്മൾ ആശംസകൾ അർപ്പിക്കുകയാണ്. ഇങ്ങനെ ആശംസകൾ അർപ്പിക്കുന്നതിനും പ്രാർത്ഥനകൾ അർപ്പിക്കുന്നതിനും അതുപോലെ തന്നെ
എന്താണ് നമ്മുടെ പ്രതീക്ഷകൾ അർപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് എന്തെന്ന് പറയുന്നത് മേ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു എക്സാമ്പിൾ സഹിതം നമുക്ക് നോക്കാം. മേ യുവർ വിഷസ് ബി ഗ്രാൻഡഡ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ. വിഷയിക്കുകയാണ്. എന്താഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിലും എന്ത് പ്രതീക്ഷകളുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് സാധ്യമാകട്ടെ. മേ യുവർ വിഷസ് ബി ഗ്രാൻഡഡ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സബലീകൃതമാകട്ടെ എന്നുള്ള ആശംസ. ഇനി അടുത്തത് മൈറ്റ് എന്ന് പറയുന്ന വാക്കാണ്. മേയുടെ പാസ്റ്റ് ടെൻസ് രൂപമാണ് മൈറ്റ്. മൈറ്റിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. Might is used to express possibility when the chances of the event happening are fewer or rare. എന്താണ്? വളരെ റയറായിട്ട് വളരെ കുറച്ച് സാധ്യതയുള്ള ഒരു കാര്യം സംഭവിക്കാൻ സാധ്യത വളരെ കുറച്ചേ ഉള്ളൂ എന്നതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈറ്റ് ഉപയോഗിക്കുക. അപ്പോൾ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യത വളരെ കുറച്ചാണ്. സോ മൈറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് പോസിബിലിറ്റി വെൻ ദ ചാൻസ് ഓഫ് ദ ഈവൻ ഹാപ്പനിങ് ആർ ഫീവർ ഓ റയർ. വളരെ റയറായിട്ടും വളരെ ഫീവറായിട്ടും കുറച്ചും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുക? മൈറ്റ് ഉപയോഗിക്കാൻ പറ്റുക. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഐ മൈറ്റ് ഗോ ടു മുംബൈ നെക്സ്റ്റ് മന്ത്. അല്ല, എന്താണ്? ഐ മൈറ്റ് ഗോ ടു മുംബൈ നെക്സ്റ്റ് മന്ത്. അടുത്ത ആഴ്ച ഞാൻ മുംബൈക്ക് പോയേക്കാം. സാധ്യത ഉണ്ടോ ഇല്ലയോ? സാധ്യത ഉണ്ട് എന്ന് പറയുന്നതാണ് കറക്റ്റ്. ഉണ്ടാകാനും ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഐ മൈറ്റ് ഗോ ടു മുംബൈ നെക്സ്റ്റ് മന്ത്. ഞാൻ അടുത്ത മാസം മുംബൈക്ക് പോകുമെന്ന് പറയുന്ന ആ വാക്കിൽ, പോയേക്കാം എന്ന് പറയുന്ന വാക്കിൽ ഒരു ഉറപ്പുമില്ല, ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. അതെങ്ങനെയുള്ളതാണ്? റെയർ ആൻഡ് ഫീവർ. വളരെ റെയറായിട്ടുള്ളതാണ്, വളരെ ഫീവറായിട്ടുള്ളതാണ്. അപ്പോൾ വളരെ കുറച്ച്, വളരെ അപൂർവമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഐ മൈറ്റ് ഗോ ടു മുംബൈ നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം ഞാൻ മുംബൈക്ക് പോയേക്കാം. ഇനി അടുത്തൊരു സെൻസ് നോക്കാം. ഹി കുഡ് നോട്ട് പ്രാക്ടീസ് മച്ച് ബട്ട് ഹി മൈറ്റ് ഗെറ്റ് സെലക്ടഡ് ഫോർ ദ മ്യൂസിക് ഓഡിഷൻസ്. എന്താണ്? ഹി കുഡ് നോട്ട് പ്രാക്ടീസ് മച്ച്. ഇവിടെ എന്താണ്? ഒരു എബിലിറ്റിയാണ് ആദ്യത്തെ സെൻറ്റൻസ് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പഠിച്ച കുഡ് അല്ലേ, ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് പാസ്റ്റിലെ ഉള്ള ഒരു പിന്നെ എബിലിറ്റിയാണ്. എബിലിറ്റി ഇൻ ദ പാസ്റ്റാണ് കാണിക്കുന്നത്. ഹി കുഡ് നോട്ട് പ്രാക്ടീസ് മച്ച്. അവന് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചില്ല, ഒരു എബിലിറ്റി ഇല്ലായിരുന്നു. എന്നിട്ട് അടുത്ത സെൻറ്റൻസ് പറയുകയാണ്, ബട്ട് ഹി മൈറ്റ് ഗെറ്റ് സെലക്ടഡ് ഫോർ ദ മ്യൂസിക് ഓഡിഷൻസ്. എന്നാലും ഹി മൈറ്റ് ഗെറ്റ് സെലക്ടഡ്, അവന് സെലക്ട് ചെയ്തേക്കാം ഫോർ ദ മ്യൂസിക് ഓഡിഷൻ. മ്യൂസിക് ഓഡിഷനിൽ അവൻ സെലക്ട് ചെയ്തേക്കാം. സാധ്യത ആണ് ഇവിടെ. ഈ സാധ്യത വളരെ റയറായിരിക്കും, വളരെ ഫീവറായിരിക്കും. പോസിബിലിറ്റി ഉണ്ട്, പക്ഷേ റയറാകാം, ഫീവറാകാം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കാണ് മൈറ്റ്. അപ്പോൾ ഹി കുഡ് നോട്ട് പ്രാക്ടീസ് മച്ച് ബട്ട് ഹി മൈറ്റ് ഗെറ്റ് സെലക്ടഡ് ഫോർ ദ മ്യൂസിക് ഓഡിഷൻ എന്ന് പറഞ്ഞാൽ ഹി കുഡ് നോട്ട് പ്രാക്ടീസ്, അദ്ദേഹത്തിന് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചില്ല, എബിലിറ്റി ഇല്ലായിരുന്നു ഇൻ ദ പാസ്റ്റ്. പക്ഷേ ഇപ്പോൾ പറയുന്നു, എന്നിട്ട് പറയുന്നത് എന്താണ്? ഹി മൈറ്റ് ഗെറ്റ് സെലക്ടഡ് ഫോർ ദ മ്യൂസിക് ഓഡിഷൻസ്. അല്ലെ, മ്യൂസിക് ഓഡിഷന് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുക? അവൻ ഒരുപക്ഷെ സെലക്ട് ചെയ്തേക്കാം. അപ്പോൾ ഇവിടെ പോസിബിലിറ്റിയാണ്, സംഭവിക്കാൻ ചാൻസ് വളരെ കുറവാണ്, തുച്ഛമായ സാധ്യതയാണ് ഉള്ളത്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഷാൾ, ഷുഡ്, വിൽ, വുഡ്, മസ്റ്റ്, അതുപോലെ തന്നെ ഓട്ട് ടു, നീഡ് ടു, ഡേറ്റ് ടു, യൂസ് ടു എന്നീ വാക്കുകളാണ്. എല്ലാം കൂടെ ഒറ്റയടിക്ക് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുവരേക്കും നിങ്ങൾക്ക് ഇത്രയും ഭാഗം പഠിപ്പിച്ച അത്രയും ഭാഗം നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യുക.
ഇപ്പോൾ പറഞ്ഞതെല്ലാം ഏകദേശം എന്താണ് ഒന്ന് റിവൈൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ് അല്ലേ. ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് ഫോമലായിട്ട് ഉപയോഗിക്കുന്നത്, ഇൻഫോമലായിട്ട് ഉപയോഗിക്കുന്നതുണ്ട്, എന്താണ് പെർമിഷൻ വാങ്ങുന്നതുണ്ട്, ഹെൽപ്പ് ചോദിക്കുന്നതുണ്ട്, അതുപോലെ തന്നെ നമ്മൾക്ക് എബിലിറ്റിയെ കാണിക്കുന്നതുണ്ട് അല്ലേ. അപ്പോൾ പോസിബിലിറ്റിയെ കാണിക്കുന്നതുണ്ട്, റയർ പോസിബിലിറ്റിയെ കാണിക്കുന്നതുണ്ട്, റെസ്പെക്റ്റ്ഫുൾ പേഴ്സൺസിനോട് നമ്മൾ എങ്ങനെ ചോദിക്കണം എന്നുള്ളതിനെ കുറിച്ചുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി ഇതിനെ തുടർന്ന് നമ്മൾ പുസ്തകങ്ങൾ വായിച്ചു വരുമ്പോൾ ഇതെന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത് നമ്മൾക്ക് പതിയെ പതിയെ മനസ്സിലായി തുടങ്ങും. പിന്നെ മറ്റൊരു കാര്യം, ഈ ഗ്രാമറൊന്നുമില്ലാതെ നമ്മൾക്ക് സംസാരിക്കാനും എഴുതാനും പറ്റില്ല കേട്ടോ. അത് നിങ്ങൾ എപ്പോഴും മനസ്സിലോർത്തിരിക്കുക. കുറേ അബദ്ധങ്ങൾ കുറേ ആൾക്കാർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് ഉപയോഗിക്കും. ഗ്രാമർ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത്, ഗ്രാമർ എന്ന് പറഞ്ഞാൽ ശരിക്കും സിമ്പിൾ എന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരർത്ഥം കൂടെയുണ്ട്. എന്താ ആ അർത്ഥമെന്ന് പറയുന്നത്? ഗ്രാമർ അതിൻ്റെ എന്താ മലയാളത്തിൽ അതിന് എങ്ങനെയാണ് പറയുന്നത്? അതിന് എനിക്ക് ഒരു മലയാള വാക്ക് എനിക്ക് കിട്ടുന്നില്ല. അതിനപ്പുറം ഇതിന് സിമ്പിൾ എന്ന് പറയുന്നതായിരിക്കും വളരെ ഈസി. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. ഇതില്ലാതെ നമുക്ക് എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും സംസാരിക്കുവാനും പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ അല്പം ഗ്രാമർ നമ്മുടെ ഉള്ളിലുണ്ടാകണം. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് കൃത്യമായിട്ടും പഠിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുവരേക്കും നമസ്കാരം. താങ്ക് യു.